നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബി.ജെ.പി നേതൃത്വം ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തിരിഞ്ഞിരിക്കുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിൻ്റെ മഹാരാഷ്ട്രയിലെ നടപടികൾ പലതും ഏകപക്ഷീയമാണ് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതി പുലർത്തുന്നില്ല എന്നും പറഞ്ഞ് ബി.ജെ.പി നേതൃത്വം ഇലക്ഷൻ കമ്മീഷനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ബി.ജെ.പിയുടെ തനിക്കുണം പുറത്തു വന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് അവരുടെ കാര്യങ്ങൾ അവർ വിചാരിക്കും പോലെ നടത്തിയില്ലെങ്കിൽ അതാരെയായിരുന്നാലും മാറ്റുക എന്നതാണ് കൃത്യമായും അവരെടുക്കുന്ന നയം. രാജീവ് കുമാറിനെ ആ സ്ഥാനത്ത് നിന്നും തെറിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് കാരണമാകുന്നത് രശ്മി ശുക്ല എന്ന ബി.ജെ.പിയുടെ വിശ്വസ്തയായ പോലീസ് ഉദ്യോഗസ്ഥ ലോ ആൻഡ് ഓർഡർ DGPയെ മാറ്റിയതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ തന്നെയാണ്. നിലവിൽ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ ആയിരുന്നെങ്കിലും അവിടെ ആഭ്യന്തരം കൈയാളുന്നത് മഹാരാഷ്ട്രയിൽ ഫട്നാവിസ് തന്നെയാണ്. എലക്ഷൻ ഡേറ്റ് ഡിക്ലെയർ ചെയ്തതിന് ശേഷവും അവിടെ കൃത്യമായും ഭരണകാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് പുറത്തു വരുന്നത്. മഹാരാഷ്ട്രയിൽ തട്ടിക്കൊള്ളിച്ചാണ് മഹായുതി സഖ്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ബി.ജെ.പിയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കിയിരിക്കുന്ന അജിത് പവാറിൻ്റെ ഏകനാഥ് ഷിൻഡെയുടെയും ലക്ഷ്യം ഒന്നു തന്നെയാണ്, അധികാരത്തിൻ്റെ ഭാഗമാവുക എന്നതിന് കേന്ദ്രത്തിൻ്റെ പച്ചക്കൊടി കൂടി ലഭിക്കുമല്ലോ എന്ന ഒരു അതിര് കടന്ന ആത്മവിശ്വാസം. അതിനുവേണ്ടി അവർ ആശ്രയിച്ചത് ജനങ്ങളെയല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സഹായത്തോടു കൂടി അവിടെ അട്ടിമറി നടത്താമല്ലോ എന്ന വലിയ ആലോചന ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഹരിയാനയിൽ ജനഹിതത്തിന് എതിരായ തെരഞ്ഞെടുപ്പ് വിധി വന്നപ്പോഴേ തന്നെ വലിയ സന്തോഷവാന്മാരായിരുന്നു അവരിൽ പലരും എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ്. അതുതന്നെയാണ് ഇപ്പോൾ അജിത് പവാർ പരസ്യമായി പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസ്യത തകർന്നിരിക്കുന്നു, അതിന് കാരണം ഏകപക്ഷീയമായി പല ഉദ്യോഗസ്ഥരെയും മാറ്റിയിരിക്കുന്നു. രശ്മി ശുക്ലയെ മാത്രമല്ല, നിരവധിയായ പോലീസ് ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ജില്ലാ വരണാധികാരികളായി പ്രവർത്തിക്കേണ്ടവരെയും ഒക്കെ മാറ്റിക്കൊണ്ട് ബി.ജെ.പിക്ക് വിരുദ്ധമായ നിലപാടെടുത്തിരിക്കുന്നു എന്ന് പോലും പറയുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷരായി ഇരിക്കേണ്ടവരാണെന്ന് ഏതൊരു വ്യക്തിക്കും അറിയാം. അവരെക്കുറിച്ചാണ് ഇങ്ങനെ ബി.ജെ.പി തന്നെ പരസ്യമായി പറയുന്നത്. അതിനർത്ഥം ബി.ജെ.പി അവരിൽ നിന്നും വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു എന്നത് തന്നെയല്ലേ. ബി.ജെ.പിയുടെ ആവശ്യത്തിനനുസരിച്ച് അവർ പറയുന്നത് പോലെ കാര്യങ്ങൾ എളുപ്പത്തിൽ നടപ്പിലാക്കാനും തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനിലെ തിരിമറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിച്ചതിനെക്കുറിച്ചുള്ള അന്വേഷണം അത് യാതൊരു തരത്തിലും കൊണ്ടുപോകാതിരിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരമാവധി ശ്രമിക്കുകയും ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് വിജയം സാധൂകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും വേണം. മഹാരാഷ്ട്രയിലും അതിൻ്റെ ഒരു തനിയാവർത്തനം വേണം എന്ന ആവശ്യമാണ് അവിടെയും ഉന്നയിക്കപ്പെടുന്നത്. ബി.ജെ.പി നേതൃത്വത്തിൻ്റെ എല്ലാ കള്ളക്കളികളും ഒളിഞ്ഞിരിക്കുന്നുവെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരിക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ബി.ജെ.പി പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിനർത്ഥം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ കൃത്യമായി തെറ്റ് തിരുത്താൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നത് കൊണ്ടാണോ എന്ന് ഞങ്ങൾക്ക് ഒരു സംശയമുണ്ടെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കുകയാണ്.